പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അവരുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, 7 പേരാണെന്ന് ജൂബിലി ആഘോഷിക്കുന്നത്. അവരിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നുവരെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരങ്ങൾ തുടർന്ന് അവരുടെ മേലുണ്ടായിരിക്കണമേ എന്ന് അവർ പ്രത്യേകമായി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഈ 25 വർഷം ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ഓർക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ ഒരിക്കൽ കർദിനാൾമാരായിട്ടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ വിവിധ രാജ്യങ്ങളിൽ വരുന്നു, ധാരാളം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കാർഡിനൽസ് എല്ലാം വളരെ എക്സ്പെർട്സാണ്. അവരെല്ലാവരും ഉത്തരങ്ങൾ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവരോട് പറഞ്ഞു, ഹൃദയത്തിൽ അഗ്നിയുള്ളവരും കാലുകളിൽ ചിറകുള്ളവരുമായ ഏതാനും വ്യക്തികൾക്ക് നിങ്ങൾ രൂപം കൊടുക്കും. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാനാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു.
സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാതീവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തോരണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം അങ്ങുദാനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദാനങ്ങളുടെയും പിതാവായ ദൈവമേ, ഞങ്ങളായിരിക്കുന്നതും ഞങ്ങൾക്കുള്ള സർവവും അങ്ങിൽ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് അളവില്ലാത്ത കാരുണ്യത്തിന് അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനും ആത്മാർത്ഥ ഹൃദയത്തോടെയും ഞങ്ങളുടെ സർവശക്തിയോടെയും അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. അക്കാലത്ത് കർത്താവ് അബ്രാമിനോട് അരുളിച്ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവിന്റെ വചനം. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവേ,
അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. Brethren, indeed I count everything as loss because of the surpassing worth of knowing Christ Jesus my Lord. For his sake I have suffered the loss of all things and count them as rubbish, in order that I may gain Christ and be found in him, not having a righteousness of my own that comes from the law, but that which comes through faith in Christ, the righteousness from God that depends on faith. That I may know him and the power of his resurrection, and may share his sufferings, becoming like him in his death, that by any means possible I may attain the resurrection from the dead. Not that I have already obtained this or am already perfect, but I press on to make it my own, because Christ Jesus has made me his own. Brothers, I do not consider that I have made it my own, but one thing I do, forgetting what lies behind and straining forward to what lies ahead, I press on towards the goal, for the prize of the upward call of God in Christ Jesus. The word of the Lord. Thanks be to God. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ വെറുക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. കർത്താവിന്റെ സുവിശേഷം. Calling me to follow more closely Jesus his Son in the family of my Savior Redeeming, guided by the Holy Spirit and in total faith
ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് സുവിശേഷോപദേശങ്ങളായ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നിവ അങ്ങേറ്റം വിശ്വസ്തയോടുകൂടി ജീവിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത പ്രാർത്ഥനയുടെ മക്കളായി സ്നേഹത്തിന്റെ മാലാഖമാരായി വിരാജിച്ച നിങ്ങൾ ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു, പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. ഇന്ന് സ്വർഗത്തിൽ ഇതെല്ലാം വീക്ഷിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരായ സിസ്റ്റർ ഗീതയെയും സ്നേഹത്തോടുകൂടി സ്മരിക്കുകയാണ്. രജത ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ എന്താണ് സമർപ്പിത ജീവിതത്തിന്റെ ജൂബിലി ആഘോഷത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ സമർപ്പിത ജീവിതത്തിന്റെ ജൂബിലി ആഘോഷത്തിൽ പറഞ്ഞ വാക്കുകളാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. Jubilee of consecrated life is to celebrate the pilgrimage into the root of the love of Jesus. ദൈവസ്നേഹത്തിന്റെ, ഈശോയുടെ സ്നേഹത്തിന്റെ വേരുകളിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ ആഘോഷമാണ് സമർപ്പിത ജീവിതത്തിന്റെ ജൂബിലി. ഇന്ന് ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിച്ചു എന്ന് ആഴത്തിൽ ധ്യാനിക്കുന്നതിന്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മലമുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് താഴേക്ക് ഇറങ്ങി താൻ തിരഞ്ഞെടുത്തത് ആരെയാണ് എന്ന് ചോദിച്ചാൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെയാണ്. കാരണം തന്നോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി, തൻ്റെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചുവെങ്കിൽ ആ സ്നേഹത്തെക്കുറിച്ചുള്ള ധ്യാനം ആഘോഷമാകുകയാണ് ഈ ഒരു രജത ജൂബിലിയുടെ നിറവിൽ. അങ്ങനെയെങ്കിൽ ഇതൊരു തീർത്ഥാടനമാണ്, ഒരു യാത്രയാണ് എന്ന് ചിന്തിക്കുമ്പോൾ പ്രത്യേകമാം വിധം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ ചില യാത്രകളെ ഓർമ്മിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ യാത്ര. മംഗളവാർത്തയിൽ നിന്നും എലിസബത്തിന്റെ ഭവനത്തിലേക്കുള്ള യാത്ര. ഒരു പക്ഷേ ദിവ്യകാരുടെ പ്രദക്ഷിണം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു യാത്രയാണ്. ആനന്ദത്തിന്റെ നിമിഷങ്ങളിൽ നിന്ന് ശുശ്രൂഷയുടെ സേവനത്തിന്റെ നിമിഷങ്ങളിലേക്ക് പോയ ഒരു തീർത്ഥാടനം. സമർപ്പിത ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ശുശ്രൂഷ ചെയ്യുവാൻ, സേവനം ചെയ്യുവാൻ താൻ തിരഞ്ഞെടുത്ത മനസ്സുള്ള സ്നേഹമുള്ള വ്യക്തികളെ അയക്കുന്നതാണ് സമർപ്പിത ജീവിതം. പരിശുദ്ധാത്മ നമുക്ക് വരച്ചു കാണിക്കുന്ന ഏറ്റവും സുന്ദരമായ ശുശ്രൂഷയുടെ ആ വലിയ തീർത്ഥാടനം തന്നെയായിരുന്നു കഴിഞ്ഞ 25 വർഷങ്ങളിലെ സമർപ്പിത ജീവിതം. ഇവർ ചെയ്ത സേവനങ്ങളെ ഓർത്ത്, ഇവർ നൽകിയ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ കൂപ്പുകരങ്ങളോട് നന്ദി അർപ്പിക്കേണ്ട സുദിനം. മറ്റൊരു യാത്രയെ പറ്റി ഓർക്കുന്നത് നസറത്തിൽ നിന്ന് താബോറിലേക്കുള്ള ഈശോയുടെ യാത്ര തന്നെയാണ്. താബോർ നമുക്കറിയാം, രൂപാന്തരീകരണത്തിന്റെ, പ്രാർത്ഥനയുടെ, സ്വർഗീയമായ ഒരു അന്തരീക്ഷത്തിന്റെ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ആ ഒരു താബോറിന്റെ മുകളിലായിരിക്കുമ്പോൾ ബ്രഹ്മചര്യം എന്ന മനോഹരമായ സുവിശേഷ ഉപദേശം ധ്യാനിക്കാതെ വയ്യ. കാരണം ദൈവത്തെ വാരിപ്പുണരുന്ന, ദൈവവും ന്യായവും ഒന്നാണെന്നുള്ള സത്യത്തെ തിരിച്ചറിയുന്ന പ്രാർത്ഥനയുടെ സുന്ദരമായ നിമിഷം. എന്താണ് സമർപ്പിത ജീവിതം എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനകളുടെ ബ്രാക്കറ്റിൽ ഒതുക്കപ്പെടുന്ന ഒന്നാണ് സമർപ്പിത ജീവിതം എന്ന് തന്നെ പറയാം. The more you kneel before God, the more you can stand before the people. നമ്മുടെ നട്ടെല്ല്, നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെ സുഗന്ധം ഹൃദയത്തിൽ വഹിക്കുമ്പോഴാണ്. എവിടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കൂടുതൽ നേരം സാധിക്കുന്നു, അവിടെ നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ, ദൈവിക അനുഗ്രഹങ്ങൾ കൈമാറാൻ സാധിക്കുന്നു. എനിക്ക് ഉറപ്പാണ് ഈ കഴിഞ്ഞ 25 വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഓരോ ദിനവും ആരംഭിച്ചത് ഈ പ്രാർത്ഥനയുടെ ബ്രാക്കറ്റിൽ നിന്ന് തന്നെയാണ്. ഇവർ ദിവ്യശയിലൂടെ, പ്രാർത്ഥനയായ ദിവ്യ ബലിയർപ്പണത്തിലൂടെ, ജപമാലകളിലൂടെ, യാമപ്രാർത്ഥനകളിലൂടെ എല്ലാം സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ 25 വർഷങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ സമർപ്പിത ജീവിതം
താബോറിലേക്കുള്ളൊരു തീർത്ഥാടനം തന്നെയായിരുന്നു. മറ്റൊരു യാത്ര വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത് കാൽവരിയിലേക്കുള്ള യാത്രയാണ്. ഗെത്സമേനിൽ നിന്നും ഗാഗുൽത്തായിലേക്കുള്ള ഈശോയുടെ യാത്രയാണ് സമർപ്പിത ജീവിതം. പലപ്പോഴും ഗോതമ്പ് മണി പോലെ നിലത്ത് വീണഴിയുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ പിന്നീട് തിരിച്ചറിയുന്നത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിരുന്നു എന്നുള്ള സത്യം. നമ്മുടെ ജീവിതത്തിൽ പല സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉപേക്ഷിക്കലിന്റെ, വിട്ടുകൊടുക്കലിന്റെ, ത്യാഗത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവസാനം അതെല്ലാം എത്തിച്ചേരുന്നത് ഒന്നിലേക്ക് മാത്രമാണ്: ക്രൂശിതനായ മണവാളനെ വാരിപ്പുണരുവാൻ കിട്ടുന്ന ഒരു അവസരം. ദൈവകൃപ മനോഹരമായ ഒരു കാലത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ പേരാണ് സഹനം എന്ന് പറയുന്നത്. സഹനം കൃപ തന്നെയാണ്. ആ കൃപ സ്വീകരിക്കുവാനുള്ള ഏക മാർഗം കുരിശ് തന്നെയാണ്. സമർപ്പിത ജീവിതം എന്ന് പറയുന്നത് കുരിശുകളെ താങ്ങുവാനുള്ള കാൽവരിയിലേക്കുള്ള ഒരു തീർത്ഥാടനം. പ്രിയമുള്ളവർ, ഇന്ന് ഈ 7 പേരും ഇവരുടെ സമർപ്പിത ജീവിതത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇത്രയും നാൾ ഈശോയുടെ കൂടെ സുവിശേഷ ഉപദേശങ്ങൾ ജീവിച്ച് നാടിനും നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും അഭിമാനമായി, അവർക്കെല്ലാം സ്വകാര്യ അഹങ്കാരമായി ഇവർ ഇന്നുവരെ ജീവിച്ചുവെങ്കിൽ നമുക്ക് ഈ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ സഹോദരിമാർ ഇനിയും അനേകം വർഷങ്ങൾ ആ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ, ആ പ്രിയ മണവാളനോടൊപ്പം ചേർന്ന് നിന്ന് യാത്ര ചെയ്യുവാൻ, ആ വലിയ തീർത്ഥാടനം എന്നും ഹൃദയത്തിൽ ഏറ്റുവാൻ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കർത്താവായ ദൈവത്തോട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്കും സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്കും സഭാശ്രേഷ്ഠന്മാർക്കും വിശ്വാസ സമൂഹത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, സുവിശേഷ ചൈതന്യത്തിൽ നിറഞ്ഞ് ലോകത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ അങ്ങേ പുത്രനെ ജീവിതം വഴി പ്രഘോഷിക്കുന്നതിനുള്ള കൃപ ഏവർക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനും മോൺസിഞ്ഞോർ ജെയിംസ് അച്ഛനും നമ്മുടെ വികാരി, സഹവികാരി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വന്യവൈദികർക്കും സന്യസ്തർക്കും കോഴിക്കോട് രൂപതയ്ക്കും രൂപതാജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, തങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട കടമകൾ ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ അവരെ സഹായിക്കണമെന്നും രൂപതജനം മുഴുവൻ തങ്ങളുടെ ഇടയന്റെ കീഴിൽ ഒരുമയോടെ ദൈവമഹത്വത്തിനും ദൈവരാജ നിർമ്മിതിക്കായും പ്രവർത്തിക്കുവാനുള്ള കൃപയേകണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രജത ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരിമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, കഴിഞ്ഞ 25 വർഷക്കാലം അങ്ങയിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇനിയുള്ള ജീവിതത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തതയിലും ജീവിച്ചുകൊണ്ട് വിശുദ്ധിയുടെ സുഗന്ധം പരത്തുവാൻ വേണ്ട കൃപ ഇവർ കേൾക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലറിയ സന്യാസ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, സർവവും ദൈവമഹത്വത്തിനായി സമർപ്പിച്ച ഞങ്ങളുടെ അമ്മയായ വിശുദ്ധ റോസാമലരണിയെ പോലെ സ്നേഹത്തിന്റെ ബലിവസ്തുവായി തീർന്നുകൊണ്ട് സകലതും ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി സമർപ്പിച്ച് അനേകം പ്രാർത്ഥനാക്കളെ അങ്ങേ പുത്രനായി നേടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രജത ജൂബിലി ആഘോഷിക്കുന്ന സഹോദരിമാരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, സ്വന്തം മകളെ ദൈവത്തിന് സമർപ്പിച്ച അവരുടെ ത്യാഗം ലോകത്തിന് നേട്ടമാകുമ്പോൾ ഈ സഹോദരിമാരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രജത ജൂബിലി ആഘോഷിക്കുന്ന സഹോദരിമാരുടെ പ്രവർത്തന മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന അങ്ങേ പുത്രന്റെ ആഹ്വാനം അനുസരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
വേല ചെയ്യുന്ന ഈ സഹോദരന്മാരുടെ പ്രവർത്തന മേഖലകളെ അങ്ങ് വിശദീകരിക്കണമേ. ഇവരുടെ സാന്നിധ്യം അനേകർക്ക് സ്വാതന്ത്ര്യമാകുവാൻ ഇടവരുത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രസചോദരി ആഘോഷിക്കുന്ന സഹോദരിമാരുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുടെ വെനറിനി സന്യാസ സഭയിൽ നിന്നും മരണമടഞ്ഞ സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും പ്രത്യേകമായി സെക്യൂരിറ്റിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഫാദർ സജീവ് വർഗീസ് വൈദികനായിട്ട് 10 വർഷങ്ങൾ തികയുന്ന പുണ്യദിനമാണ്. അദ്ദേഹത്തോടൊപ്പം പട്ടം ലഭിച്ച മറ്റു വൈദികരെയും സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അവരെല്ലാവരും ദൈവത്തോടും ദൈവജനത്തോടും വിശ്വസ്ത പുലർത്തട്ടെ എന്ന് കർത്താവെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യരുമായവനെ സംവഹിക്കാൻ അർഹയായ പരിശുദ്ധ കന്യകാമറിയം അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, അയോഗ്യരായ ഞങ്ങൾ അങ്ങ് ദാനങ്ങൾ അങ്ങേ നാമത്തിന്റെ മഹത്വത്തിനായി തിരികെ അർപ്പിക്കട്ടെ എന്ന് കേളപേക്ഷിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദാനങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രബലി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേ
ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരശാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് കാലഘട്ടത്തിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കേണ്ടതേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും ഈ പേര് അനുസ്മരിക്കുന്ന സ്ത്രീകളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമേ
അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും വിശുദ്ധ റോസാവിനോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ വികൃതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റിട്ടെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങ് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ആത്മാവിൽ ആനന്ദമീ വേളയാൽ എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. ആനന്ദമീ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. കാരുണ്യരൂപനെ, സ്നേഹത്തിൻ ജീവനെ, ഹൃദയത്തിൻ ആനന്ദമായി നീ വരൂ. വാവ എന്നീശോയെ, എന്നിലൊന്നാകണേ. മാമ ജീവന്റെ ആത്മാവിൽ നീ വാവ എൻ സ്നേഹമേ, ഹൃത്തിൽ ഉൾച്ചേരണേ. തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ വാവ എന്നീശോയെ, എന്നിലൊന്നാകണേ. മാമ ജീവന്റെ ആത്മാവിൽ നീ വാവ എൻ സ്നേഹമേ, ഹൃത്തിൽ ഉൾച്ചേരണേ. തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ
ഈ ജീവിതം തമ്പുരാന്റെ കരങ്ങളിൽ സ്നേഹപൂർവ്വം സമർപ്പിച്ച് അവിടുത്തെ വിളിക്ക് പ്രത്യുത്തരം നൽകി നീണ്ട 25 വർഷങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കാൻ സാധിച്ചു എന്നതിൽ മനം നിറഞ്ഞ കൃതജ്ഞതയോടെ ഞങ്ങൾ ഇന്ന് അൾത്താര സമിതി ആയിരിക്കുകയാണ്. ജീവിതത്തിൽ 2 സന്ദർഭങ്ങളിലാണ് നമ്മുടെ കണ്ണുകൾ ഏറെടിയുക. അർഹിച്ചത് ലഭിക്കാതെ വരുമ്പോൾ, അർഹിച്ചതിൽ അധികം ലഭിക്കുമ്പോൾ. സന്യാസ സമർപ്പണ ജീവിതത്തിൽ ഞങ്ങൾ പിന്നിട്ട 25 വർഷക്കാലത്തേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം കരം പിടിച്ച് നടത്തിയ അനുഭവങ്ങൾ, അവിടുന്ന് തോളിൽ വഹിച്ച സന്ദർഭങ്ങൾ ഓർക്കുമ്പോൾ നിറയുന്നത് കണ്ണുകൾ മാത്രമല്ല, മനസ്സും ഹൃദയവുമാണ്. ബലഹീനതകൾ വന്നു പോയിട്ടുണ്ട്, ഇടർച്ചകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്, കല്ലും മുള്ളും നിറഞ്ഞ വഴിയെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും വിജയപരാജയങ്ങളും സൗഹൃദത്തിലെ തണലും സേവനത്തിലെ സംതൃപ്തിയും പ്രാർത്ഥനയിലെ സ്വാതന്ത്ര്യവും സമൂഹ ജീവിതത്തിലെ പങ്കുവയ്ക്കലും എല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്കായി നൽകപ്പെട്ട അനുഗ്രഹത്തിൻ്റെ മണിമുട്ടുകൾ ആണെന്ന തിരിച്ചറിവിൽ ഞങ്ങളിന്ന് ദൈവമേ എല്ലാത്തിനും നന്ദി എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ കടന്നുപോയ ഓരോ വർഷവും സമ്പന്നമാക്കാനും ഞങ്ങളെ വളർത്താനും നയിക്കാനും കാവലും കരുതലും ആയി നിന്ന എല്ലാവരെയും ഈ അനുഗ്രഹ നിമിഷത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അവരിൽ പലരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. ഞങ്ങൾ പലരുടെയും മാതാപിതാക്കൾ, പ്രിയ സഹോദരങ്ങൾ, ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുക്കൂടർ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഞങ്ങളിൽ ഒരാളായിരുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സിസ്റ്റർ തില്ല, എല്ലാവർക്കും സ്നേഹപുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നേ കൃതജ്ഞതാ ബലിയിൽ മുഖ്യ കാർമ്മികനായി ആയിരുന്ന കോഴിക്കോട് രൂപത അധ്യക്ഷൻ തൻ്റെ സ്നേഹവും കരുതലും ലാളിത്യവുമാർന്ന ജീവിതം വഴി മറ്റുള്ളവർക്ക് ഒരു വലിയ സന്ദേശമായി തീർന്ന ഞങ്ങളുടെ അഭിമന്യ വർഗീസക്കാരി പിതാവിന് നന്ദി അർപ്പിക്കുന്നു. പിതാവേ, അങ്ങേ വിലർന്നിയ സഭയോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും സ്വാതന്ത്ര്യത്തിനും ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സിസ്റ്റേഴ്സിയുടെയും മറ്റെല്ലാ സഹോദരിമാരുടെയും പേരിൽ നിറമനസ്സോടെ പിതാവിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സൗമ്യനും ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ഉദാത്ത മാതൃകയുമായ കോഴിക്കോട് രൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജെൻസൺ അച്ഛൻ അനുഗ്രഹവചസ്സുകളാൽ ഞങ്ങളെ ഉത്ബോധിപ്പിച്ച അച്ഛൻ്റെ സാന്നിധ്യത്തിനും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അൾത്താര എന്ന ഊട്ടുമേശയിൽ ഞങ്ങൾക്കായി ക്രിസ്തു സ്നേഹത്തിൻ്റെ വിരുന്നൊരുക്കിയ എല്ലാ വന്യവൈദികരെയും പ്രത്യേകമായി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒരു സഹോദരന്റെ കരുതലോടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ചെറുവണ്ണൂർ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ, സഹവികാരി ഡെൻസൻ അച്ഛൻ, ജോൺ വെട്ടുമലയച്ഛൻ, ജസ്റ്റിൻ അച്ഛൻ, ഒപ്പം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികർക്കും സ്നേഹത്തോടെ നന്ദി. ഞങ്ങളുടെ പ്രഥമ വ്രതവാഗ്ദാനത്തിനും നിത്യവ്രതവാഗ്ദാനത്തിനും ചെറുവണ്ണൂർ തിരുപ്പതി ദേവാലയത്തിൻ്റെ വികാരിമാരായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് വെന്നൂറച്ചനെയും പോൾ ആൻഡ്രൂസച്ചനെയും നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ജോസഫ് പൊളാണ്ടറച്ചനെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. ആത്മീയ ഗുരുഭൂതരായ ഈശോ സഭാവേദികരും ഉണ്ടായിട്ടോട് കപ്പീച്ചൽ സഭാവേദികരും ഇന്നിവിടെ സന്നിഹിതരാണ്. നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ കൃതജ്ഞതാപരമായ സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളെ 21 ദിവസം ആത്മീയ തലത്തിലൊരുക്കിയ വാഗമൺ ലവേർന കപ്പീച്ചൽ ആശ്രമത്തിലെ പ്രിയപ്പെട്ട ജോസ് വെട്ടിക്കാട്ടച്ചനും സാമച്ചനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഇടവകയിലെയും കുടുംബങ്ങളിലെയും അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വിവിധ കോൺവെന്റുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സിസ്റ്റേഴ്സിനും അങ്ങയുടെ മറുപടികൾ. ഈ സുദിനത്തിൽ തങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയാൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയ മദർ ജനറൽ സിസ്റ്റർ എലീന മർസിമിക്കും കൗൺസിലേഴ്സിനും സ്നേഹത്തോടെ നന്ദി. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ ഇന്ത്യൻ പ്രോവിൻസിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത നിമിഷം മുതൽ ഏറെ വിനയത്തോടെ എല്ലാവർക്കും സംലഭ്യയായി പ്രോവിൻസിൻ്റെ ഉന്നമനത്തിനായി പ്രക്ഷേപണം പ്രയത്നിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട
സിസ്റ്റർ ലിസിയെയും സിസ്റ്റർ ഷേർലി, സിസ്റ്റർ ഷൈനി എന്നിവരുടെയും പ്രൊവിൻസിൻ്റെ പ്രൊപ്പറേറ്റർ സിസ്റ്റർ വിജിയുടെയും സ്നേഹത്തിന്, പരിഗണനയ്ക്ക്, കരുതലിന് ഒത്തിരി നന്ദി. ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തിയ, ഇന്നത്തെ ദിനം മനോഹരമാക്കിയ കമ്മ്യൂണിറ്റി സുപ്പീരിയർ സിസ്റ്റർ ഷൈനിക്ക് പേരുമലയ്ക്കും, ചെറുവണ്ണൂർ, കരിങ്കല്ലായി, കോഴഞ്ചേരി കമ്മ്യൂണിറ്റികൾക്കും, വിവിധ കമ്മ്യൂണിറ്റികളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരിമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. വിശുദ്ധ റോസാ വിതരണയുടെ ആരിസ്യം ഉൾക്കൊണ്ടുകൊണ്ട് സഭയെ ദൈവസ്നേഹത്തിൻ്റെ പാതയിലൂടെ നയിച്ച മുൻകാല പ്രൊഫഷന്മാരായ മദർ പിയര സെബസ്ട്രീനി, സിസ്റ്റർ ബ്രിജിറ്റ്, സിസ്റ്റർ തെരേസ ചാണ്ടി, സിസ്റ്റർ ട്രീസ മാത്യു എന്നിവരെ ഓർത്ത് നന്ദി പറയുന്നു. നാളിതുവരെയുള്ള ജീവിതയാത്രയിൽ നക്ഷത്രം പോലെ വഴികാട്ടിയായി നിന്നിട്ടുള്ള ആത്മീയ ഗുരുക്കൂട്, അതാത് സമയത്ത് ഞങ്ങൾക്ക് വേണ്ട പരിശീലനം നിന്ന് നയിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മിസ്ട്രസ്മാർ, സിസ്റ്റർ ലിസി മാത്യു, സിസ്റ്റർ സിസിലി വർഗീസ്, സിസ്റ്റർ ഗ്രേസ്, സിസ്റ്റർ ഗ്രേസി മണ്ഡപം, നോവിസ് മിസ്റ്റർ സിസ്റ്റർ ക്ലാര, ഞങ്ങളായിരുന്ന കമ്മ്യൂണിറ്റികളിലെ സുപ്പീരിയേഴ്സ്, വെനറീനി കുടുംബത്തിൽ അംഗമാകുവാൻ കാരണമായ ഞങ്ങളുടെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് എല്ലാവരെയും പ്രാർത്ഥനയോടെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും നിശബ്ദ സാന്നിധ്യമായി ഞങ്ങളെ പിന്തുടർന്നിട്ടുള്ള ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനയും പരിത്യാഗവുമായിരുന്നു ഞങ്ങളുടെ ശക്തി. നിങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ അൾത്താര ഇത്ര മനോഹരമായി അലങ്കരിച്ച പ്രിയ സഹോദരിമാർ, ഈ പാവനബലി സജീവവും ഭക്തി നിർഭരവുമാക്കി തീർന്ന ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവാൻ പ്രചോദനമേകിയ ഗായക സംഘം, ഫോർമേഷനിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞഞ്ചത്തിമാർ, അൾത്താര ബാലകർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, വെനർണി അസോസിയേറ്റ്സ്, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ടീച്ചേഴ്സ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ചവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഭക്ഷണം തയ്യാറാക്കുന്നവർ, എല്ലാവർക്കും ആയിരം ആയിരം നന്ദി. ഇനി നന്ദി അർപ്പിക്കുവാൻ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ നേർന്നവർ, ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ, അക്ഷരജ്ഞാനം പകർന്നു തന്ന ഗുരുക്കൂട്, ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്ക് തണലാകേണ്ടത്, ദൈവം നൽകിയ കൃപയുടെ ഈ നിമിഷത്തിൽ ഒരുപാട് പേരുടെ സുഹൃതമാണ് ഈ ജീവിതം എന്ന് നന്ദിയോടെ ഓർക്കുന്നു. നിസ്സാരമായ ഞങ്ങളുടെ ജീവിതത്തെ കൃപയുടെ നിലയ്ക്കാത്ത ആന്തോളനമാക്കി മാറ്റിയ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നിറമനസ്സോടെ നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം പാതയുമായി എന്നും നമ്മുടെ വഴികളിൽ ഉണ്ടായിരിക്കട്ടെ. കടന്നു പോകുന്ന ആഘോഷങ്ങൾക്കപ്പുറം ജീവിതം എന്നും ഒരു സാക്ഷ്യമാക്കി മാറ്റുവാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ റോസാ വിതരണയിൽ ജോലിച്ചു നിന്ന ദൈവസ്നേഹവും പരസ്നേഹവും അണയാതെ കാത്തു സൂക്ഷിക്കുവാൻ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും ആശീർവാദവും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവരിലും നന്ദി. പോപ്പിൻ്റെ ബ്ലെസ്സിങ്സ്, ഇവർക്ക് പോപ്പിൻ്റെ ബ്ലെസ്സിങ്സ് നൽകിയത് ഞാൻ എല്ലാവർക്കും വേണ്ടി അവരുടെ ഒരാളുകൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ബാക്കി ബിഷപ്പ് എല്ലാവർക്കും നൽകി. His Holiness Francis cordially imparts the requested apostolic blessing to Sister Rina Rose, Sister Angela Kavil, Sister Giovanna Kumbukar, Sister Helen Singh, Sister Lina Maria Kuchukarath, Sister Pauline Karayil, Sister Tessie Maria Edaparayil. On the occasion of 25th anniversary of her religious profession and through the intercession of the Virgin Mary, invokes an abundance of divine graces. Venerini, Provincial House, 30th December 2023.
അങ്ങേ പുത്രന്റെ രക്ഷാകരമായ ഉദാശ ആത്മീയ ഭോജനമായ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ശക്തിയും ആനന്ദവും നൽകുന്ന ദാനങ്ങളാൽ പ്രബലപ്പെടാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങനെ കൂടുതൽ ഭക്തിയോടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും നവ്യാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ശ്രാന്തല കാമിൽ, ജുബാന, സിസ്റ്റർ ഹെലൻ, സിസ്റ്റർ ലീന, സിസ്റ്റർ പൗളിൻ, സിസ്റ്റർ റീന റോസ്, സിസ്റ്റർ ടെസി മരിയ, നിങ്ങൾക്ക് സഭയുടെ പേരിൽ, കോഴിക്കോട് രൂപതയുടെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരുടെയും സന്യസ്തരുടെയും അന്മാരുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും പേരിൽ ഞാൻ ജൂബിലി മംഗളാശംസകൾ നേരുന്നു. എല്ലാവരും നല്ല കയ്യടി കൊടുക്കുക. You are a gift to all of us. You are a gift to the church, to your family, and to your congregation. And we are happy that you are religious sisters. Thank you for your beautiful life. Thank you for your beautiful character. Thank you for your beautiful personality. God be with you. God bless you. And work for God and for the people of God. You have done it, and I know, and I am sure that you will do it in the future, wherever you are. Wherever you are, in America, or in Italy, or in India, or any other place, you will do that. You are all good sisters. God bless you. And ഇന്നത്തെ ഈ പരിപാടികളൊക്കെ വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത, പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഒരു മംഗളപത്രമൊക്കെ നൽകിയ, പേപ്പർ പ്രസിംഗൊക്കെ നൽകിയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സുസുക്കി, ഇവിടുത്തെ സുപ്പീരിയർ സിസ്റ്റർ ഷൈനിക്ക്, അതുപോലെ മറ്റെല്ലാ സിസ്റ്റേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ വന്ന വൈദികർ, ചില നമ്മുടെ സിസ്റ്റേഴ്സിന് ആംഗ്ലമാരെ കൊണ്ട്, കസിൻസ് ഉണ്ട്, സിസ്റ്റേഴ്സ് അങ്ങനെ തന്നെയാണ്. പല സിസ്റ്റേഴ്സിൻ്റെ ബന്ധുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്, മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. മാതാപിതാക്കളും കുടുംബാംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങളുടെ മക്കളെ കൊടുത്തത് ഒരിക്കലും നഷ്ടമല്ല, മറിച്ച് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നതാണ്. കാരണം രാവിലെ ഇവർ എഴുന്നേറ്റ് പോകുന്നത് പള്ളിയിലേക്കാണ്. പള്ളിയിൽ പോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുർബാനയിൽ പങ്കെടുക്കും, അത് കഴിഞ്ഞ് ജോലി സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ജീവിക്കുമ്പോഴും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. അതുകൊണ്ട് ഇവരെ സഭയ്ക്ക് നൽകിയത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത്, മറിച്ച് ബി ഹാപ്പി. അതിനോ നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് ജൂബിലി ആഘോഷിക്കാൻ നിങ്ങളെല്ലാവരും ഇവിടെ വന്നത്. നിങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങ് തിരുവനന്തപുരം മുതൽ, കോട്ടയത്ത് നിന്ന്, അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന്, പിന്നെ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന്, ഇങ്ങനെ എല്ലാവരും നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. ഊണൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. നിങ്ങളോടുകൂടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിച്ച് രക്ഷാകരമായ ജ്ഞാനം നിങ്ങളിൽ കഴിയുമാറാകട്ടെ. അവിടെ നിങ്ങളെ വിശ്വാസം പ്രബോധനത്താൽ പരിപോഷിപ്പിക്കുകയും സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ നിലനിൽക്കാൻ ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ.
നദികളിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയും